എല്ലാവർക്കും ഐസിഫോസിന്റെ സ്വനലേഖ ഇൻസ്റ്റലേഷൻ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്വനലേഖ ഇൻസ്റ്റലേഷനെ കുറിച്ച് പഠിക്കാം. ഇത് ലിനക്സ് സിസ്റ്റങ്ങളിൽ വിവിധ ഭാഷകളിൽ ടൈപ്പിംഗ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻപുട്ട് ഫ്രെയിംവർക്ക് ആണ്. ആദ്യം ആപ്ലിക്കേഷൻസ് മെനുവിൽ നിന്നും ഉബുണ്ടു സോഫ്റ്റ്വെയർ എന്ന ആപ്പ് സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബട്ടണിൽ iBus M17N എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്തെ രീതി വിശദീകരിക്കാം. അതിനായി നിങ്ങളുടെ ബ്രൗസറിൽ സ്വനലേഖ ഇൻസ്റ്റലേഷൻ എന്ന് സെർച്ച് ചെയ്ത് ഒഫീഷ്യൽ സൈറ്റിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ഇൻസ്റ്റാളിംഗ് പാക്കേജുകളും മറ്റ് അനുബന്ധ വിവരങ്ങളും കാണാൻ സാധിക്കും. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കമാൻഡാണ് ഉബുണ്ടു സിസ്റ്റമിലേക്ക് ആവശ്യം. അതിനായി ആദ്യം ആപ്ലിക്കേഷൻസിൽ നിന്ന് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ശേഷം sudo apt update എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പാസ്വേഡ് നൽകുക. അപ്ഡേറ്റ് പൂർത്തിയായ ശേഷം പാക്കേജ് ഇൻസ്റ്റാൾ ആക്കാനുള്ള കമാൻഡായ sudo apt install ibus m17n-db ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഡു യു വോണ്ട് ടു കണ്ടിന്യൂ എന്ന ചോദ്യത്തിന് വൈ എന്ന് ടൈപ്പ് ചെയ്യുക. വൈ എന്നത് എസിനെ സൂചിപ്പിക്കുന്നു. ഇതിനു പകരം sudo apt install -y ibus m17n-db എന്നും കമാൻഡ് നൽകാവുന്നതാണ്. ശേഷം ibus റീസ്റ്റാർട്ട് എന്ന കമാൻഡ് നൽകുക. ഇപ്പോൾ കാൺ കണക്ട് ibus വരുകയാണെങ്കിൽ സിസ്റ്റം ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ സ്വനലേഖയുടെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായിരിക്കുന്നു. ഇനി സെറ്റിംഗ്സിൽ പോയി കീബോർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിലെ ഇൻപുട്ട് സോഴ്സിലെ പ്ലസ് സിംബൽ ക്ലിക്ക് ചെയ്ത് അതിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് അതർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സ്വനലേഖ വരുന്നുണ്ടോ എന്ന് നോക്കാം. സ്ക്രീനിന് മുകളിലുള്ള ലാംഗ്വേജ് ഇൻഡിക്കേറ്റർ പോർഷനിൽ ക്ലിക്ക് ചെയ്ത് സ്വനലേഖയാണെന്ന് ഉറപ്പുവരുത്തുക. കീബോർഡ് ചേഞ്ച് ചെയ്യുന്നതിനായി സൂപ്പർ കീയും സ്പേസ് ബട്ടണും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വനലേഖ ഉപയോഗിച്ച് എല്ലാ ആപ്ലിക്കേഷൻസിലും ബ്രൗസറിലും ടൈപ്പ് ചെയ്യാം. സ്വനലേഖ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇതിനായി ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മലയാളം യൂണിക്കോഡ് ഫോണ്ടുകളായ മീര, മന്ദാരം, അഞ്ജലി തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് സ്വനലേഖ ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്ത് തുടങ്ങാം.